ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. US ഗവൺമെന്റ് ഷട്ട് ഡൗൺ കാരണം ഡിലേ ആയ US ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ മാസത്തെ US നോൺ ഫാം പേറോൾസ് അതിന്റെ ഒരു ഡാറ്റ വന്നിരുന്നു. 1,19,000 എന്ന ലെവലിലാണ് ഈ നോൺ ഫാം ജോബ് ഡാറ്റ വന്നിട്ടുള്ളത്. അത് പ്രതീക്ഷിച്ചത് 50,000 എന്ന ലെവലിലാണ്. അപ്പോൾ ഏകദേശം ഡബിൾ ആയിട്ടാണ് ഈ ഒരു ജോബ് ഡാറ്റ വന്നിട്ടുള്ളത്. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പ്രതീക്ഷിച്ചത്ര മോശമല്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡാറ്റ വന്നതുകൊണ്ട് തന്നെ ഡിസംബറിൽ വരാൻ പോകുന്ന റേറ്റ് കട്ട് അതിൻ്റെ സാധ്യത കൂടുതൽ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ ഒരു അസംഷൻ കാരണം ഇന്നലെ നമുക്ക് കാണാൻ കഴിയും US മാർക്കറ്റിൽ വമ്പിച്ച ഒരു സെൽ ഓഫ് ആണ് ഉണ്ടായത്. മേജർ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. നാസ്ഡാക്ക് പോലെയുള്ള ഇൻഡെക്സുകൾ 2% മുകളിലുള്ള വീഴ്ചയുണ്ടായി. ഇത് ജോബ് ഡാറ്റ മാത്രമായിരിക്കില്ല, മൊത്തത്തിൽ ഈ AI റിലേറ്റഡ് ബബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫോള് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ NVIDIAയുടെ റിസൾട്ട് വന്നിട്ട് പോലും അത് മാർക്കറ്റിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് US മാർക്കറ്റിൽ മാത്രമല്ല, ഏഷ്യൻ യൂറോപ്യൻ ഇൻഡെക്സുകൾ എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇത് കൂടാതെ തന്നെ ഡോളർ ഇൻഡെക്സ് അത് 100-ന് മുകളിൽ പോയതായിട്ട് കാണാം. 100.38 എന്ന ലെവലിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഉണ്ടായിരുന്നത്. അതായത് അതിൻ്റെ 25 വീക്ക് ഹൈയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മെയ് 2025 ശേഷം ഇതിൻ്റെ ഹയസ്റ്റ് ലെവലായി അത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 ആഴ്ചകളിലായിട്ട് ഈ ഡോളർ ഇൻഡെക്സ് ഏകദേശം 1.38% അപ്പായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് പണം ഡോളറിലേക്ക് മാറ്റുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് സിൽവറിലും ഗോൾഡിലും വലിയൊരു ക്രാഷ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ക്രിപ്റ്റോ, ഇഥീരിയം അങ്ങനെയുള്ള പല അസറ്റ് ക്ലാസ്സുകളിലും വമ്പിച്ച ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ US മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് മറ്റ് ഗ്ലോബൽ ഇൻഡെക്സുകളിലേക്കും പടർന്ന് കയറിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്യുകയാണ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് FIAs വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് വന്നിരുന്നു. അവർ ഏകദേശം 1,766 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ഇന്ന് നടത്തിയതായിട്ട് കാണാം. അപ്പോൾ എന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് 26,000 എന്ന ലെവലിൽ താഴോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു റിസൈലൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്കിൽ പോലും ഈ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സെഗ്മെന്റ് മൊത്തത്തിലുള്ള ആ ഒരു മാർക്കറ്റ് ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ അത്ര നല്ല ഒരു ചിത്രമല്ല നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെ ഒരു പെർസെൻറ്റേജ് 29% ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളുടെ പെർസെൻറ്റേജ് 66%. അതായത് ഓരോ സ്റ്റോക്കും അഡ്വാൻസ് ചെയ്യുമ്പോൾ 2 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റാലി എന്ന് പറയുന്നത് Nifty 50 സ്റ്റോക്കുകളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ എപ്പോഴും ചുവന്ന് തന്നെ നിൽക്കുന്നത്. അപ്പോൾ Nifty 50-ൽ നമുക്കറിയാം അവിടെ റിലയൻസ്, അതുപോലെ ബജാജ് ട്വിൻസ്, അതുപോലെ ICICI ബാങ്ക്, HDFC ബാങ്ക് ഇങ്ങനെയുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ നല്ല ബൈങ് നടക്കുമ്പോൾ തന്നെ നിഫ്റ്റിയിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. എന്നാൽ ആ ഒരു ബൈങ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിലും അത് ബ്രോഡ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും നെഗറ്റീവാണ്. FMCG സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ഉണ്ടായെങ്കിൽ പോലും മൊത്തത്തിൽ എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൽ മേജർ ഫോൾ ഇന്ന് നടന്നിട്ടുള്ളത് മെറ്റൽ ഇൻഡെക്സിലാണ്. ഇന്ന് മെറ്റൽ ഇൻഡെക്സ് ഏകദേശം 2% കൂടുതലുള്ള ഒരു ഫോൾ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഗവൺമെൻറ് ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കൺട്രോൾ റൂൾസ്, പ്രത്യേകിച്ച് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രേഡുമായി ബന്ധപ്പെട്ട ആ നിയന്ത്രണങ്ങൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ ഇമ്പോർട്ടിന് ഇത് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു സെൽ ഓഫ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെറ്റൽ ഇൻഡെക്സ് ഇത്രയധികം താഴേക്ക് പോയത്. ഇത് കൂടാതെ ഹിൻഡാൽകോ ആണ് Nifty 50-ലെ ഇന്നത്തെ ടോപ്പ് ലൂസറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഹിൻഡാൽകോ ഈ രീതിയിൽ താഴേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ന്യൂയോർക്കിലുള്ള പ്ലാന്റിൽ നടന്നിട്ടുള്ള തീപിടുത്തമാണ്. അപ്പോൾ ഹിൻഡാൽകോയുടെ റവന്യൂവിൻ്റെ 60% ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏകദേശം $21 മില്യൺ ഒരു നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ഈ ഫോർഡിൻ്റെ F-150 ട്രക്കുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹിൻഡാൽകോ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വീഴ്ചയും ഇതുകൂടാതെ തന്നെ സ്റ്റീലിൻ്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ട കൺട്രോളുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിയറിഷ്നെസ് ആണ് മെറ്റൽ ഇൻഡെക്സിൽ നമ്മൾ കണ്ടത്. കൂടാതെ തന്നെ മൊത്തത്തിൽ ഇന്ത്യ വിക്സ് ഇന്ന് 13% അപ്സൈഡ് പോയി. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ
സ്വിങ് അത് കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ചാഞ്ചാട്ടം കൂടാനുള്ള സാധ്യതകളാണ് വിക്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ FIIസിന്റെ സെല്ലിങ്ങും കൂടി വന്നതോടുകൂടി മാർക്കറ്റ് കൂടുതൽ ഒരു അൺസർട്ടനിറ്റി ലെവലിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ പോലും നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 26,175 26,275 ഈ ഒരു റേഞ്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് റേഞ്ചാണ്. അപ്പോൾ 26,160 താഴെ നിഫ്റ്റി പോയി എന്നുള്ളത് അവിടെ ഇനിയും ഒരു 26,028 അതുപോലെ 25,984 എന്നീ റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് നിഫ്റ്റി വരാനുള്ള സാധ്യത ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിലെ ആ കോൾ പുട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ അവിടെ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 26,500 പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഷോർട്ട് ടേം റേഞ്ച് ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കാം. പക്ഷേ ആ 26,000 ലെവലിന് താഴെ പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ അതൊരു പഴയ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല. കാരണം അവിടെ പുട്ടിൻ്റെ രണ്ടാമത്തെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നത് 25,500 അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ട ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് TPG ടെറാപൈറ്റ് ബിഡ്കോയുമായി ചേർന്ന് ഏകദേശം 18,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈപ്പർ വോൾട്ടിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈപ്പർ വോൾട്ട് എന്ന് പറയുന്നത് ഈ TPGയുടെ ഹോളി ഓൺഡ് സബ്സിഡിയറി കമ്പനിയാണ്. അവർ AI റെഡി ഡാറ്റാ സെൻറ്റേഴ്സ് ഏകദേശം 1 ഗിഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ TPG ഏകദേശം 8,820 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രക്ചറിൽ TCSും TPGയും 51:49 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. അപ്പോൾ TPGയിൽ 27.5% ഹൈപ്പർ വോൾട്ടിൽ 49% എന്ന രീതിയിലായിരിക്കും TCSൻ്റെ ഹോൾഡിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡ് കൺട്രോൾ മുഴുവൻ TCSൻ്റെ കയ്യിലായിരിക്കും. എങ്കിലും TPGയുടെ 2 ബോർഡ് മെമ്പേഴ്സ് ഡയറക്ടർ ബോർഡിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ JP മോർഗൻ പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് TCSന് ഓവർ വെയ്റ്റ് എന്നുള്ള ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4,050 എന്നുള്ള ടാർഗറ്റും നിശ്ചയിച്ചതായിട്ട് കാണാം. എന്നാൽ JP മോർഗൻ ഈ ഒരു ഡീല് വളരെ കോഷ്യസ് ആയിട്ടാണ് കാണുന്നത്. കാരണം 6 വർഷം വരെ ഷെയർ ഹോൾഡേഴ്സ് കാത്തിരിക്കേണ്ടി വരും ഒരു റിട്ടേണിന് വേണ്ടി എന്നാണ് JP മോർഗൻ്റെ അഭിപ്രായം. എന്നാൽ മോർഗൻ സ്റ്റാൻലി TCSന് ഓവർ വെയ്റ്റ് കൊടുത്തുകൊണ്ട് 3,430 എന്ന ടാർഗറ്റും നിശ്ചയിച്ചായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ 51ഓളം അനലിസ്റ്റുകളുടെ ഒരു റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 36ഓളം അനലിസ്റ്റുകൾ TCSന് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 10ഓളം അനലിസ്റ്റുകൾ ഹോൾഡ് റേറ്റിംഗും 5ഓളം അനലിസ്റ്റുകൾ സെൽ റേറ്റിംഗുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭൂരിഭാഗം പേരും ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് TCSന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഏതായാലും ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ JP മോർഗൻ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഇതൊരു ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു ബിസിനസ്സാണ്. അതുപോലെ നമ്മളറിയാം നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ നിഫ്റ്റിയും സെൻസെക്സ് നമ്മുടെ ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ HSBC പറഞ്ഞിട്ടുള്ളത് 2026 ആകുമ്പോഴത്തേക്കും സെൻസെക്സ് 94,000 ടച്ച് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുണ്ടെന്നും അതുപോലെ ഏർണിങ്സിൽ ഒരു മൊമെൻറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ്. അതുപോലെ മോർഗൻ സ്റ്റാൻലി ഒരു ബുൾ റാലി ഉണ്ടാവുകയാണെങ്കിൽ സെൻസെക്സ് 1,07,000 കിടക്കുമെന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വലിയ ബുൾ റാലിയൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഡിസംബർ 2026 ആകുമ്പോഴത്തേക്കും 95,000 സെൻസെക്സ് കിടക്കുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായം. അപ്പോൾ അതിനവർ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും ക്രെഡിറ്റ് ട്രെൻഡ് വർദ്ധിച്ചതും അതുപോലെ ഗവൺമെൻറ് പോളിസി സപ്പോർട്ടുകളും കൂടാതെ ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് വരുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് വീഴ്ചകളെ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകുന്നുണ്ടെന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. അതുപോലെ ഗോൾഡ്മാൻ സാക്സും നിഫ്റ്റിക്ക് 29,000 എന്ന ടാർഗറ്റാണ് നിശ്ചയിച്ചിരുന്നത്. 2024 ഒക്ടോബറിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്ത ഗോൾഡ്മാൻ സാക്സ് ആണ് ഇപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണമായിട്ട് ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിട്ടുള്ളത് കൺസ്യൂമർ കമ്പനികളും അതുപോലെ ഓട്ടോ, ഡിഫൻസ്, മാനുഫാക്ചറിങ്, ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾ, ടെലികോം കമ്പനികളൊക്കെ ഒരു അപ്ഗ്രേഡ് സംഭവിക്കുമെന്നാണ്. എന്നാൽ എക്സ്പോർട്ട് ഹെവി ആയിട്ടുള്ള IT ഫേമുകൾ, ഫാർമ, ഇൻഡസ്ട്രിയൽസ്, കെമിക്കൽസ് ഈ മേഖലയിൽ അവർ ബിയറിഷാണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ ബ്രോക്കറേജ് ഹൗസുകളുണ്ട്. അതിലൊന്ന് UBS ആണ്. ഇപ്പോഴും ഇന്ത്യക്ക് അണ്ടർ വെയ്റ്റ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയുടെ വാല്യുവേഷൻ ഇപ്പോഴും എക്സ്പെൻസീവ് ആണെന്നും അതിൻ്റെ ഫണ്ടമെൻ്റൽസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെന്നുമാണ്. പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം റീറ്റെയിൽ ഫ്ലോസ് മാർക്കറ്റിൽ സപ്പോർട്ടീവ് ആണെങ്കിലും ഫോറിൻ സെല്ലിങ്ങും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫണ്ട് റൈസിങ്ങും അത് വളരെയധികം കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യണമെന്നാണ് UBS അഭിപ്രായപ്പെടുന്നത്. അതുപോലെ ഫ്രാങ്ക്ലിൻ ടെംപ്ലേട്ടൺ അവർ FY27 ഒരു സ്ട്രോങ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത്. അതായത് FY26 ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് മാത്രമാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിവിധ ബ്രോക്കറേജ് ഹൗസുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ. നിഫ്റ്റി അടുത്ത് തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പൊതുവെ ഒരു കൺസെൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഇവൻറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതൊക്കെയാണ് ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.